നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻ നമ്പൂരി. വിഘ്നങ്ങൾ അകലുവാൻ ദൈവാധീനം വേണം. അപ്പൊ അതെന്താ? അത് വിഘ്നങ്ങൾ, തടസ്സങ്ങൾ അകലുന്നതിന് വേണ്ടി, മാറുന്നതിന് വേണ്ടി ദൈവാധീനം വേണം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചവർക്ക് ജോലി കിട്ടാൻ തടസ്സങ്ങളാണ്, ജോലി കിട്ടിയവർക്ക് കൃത്യമായി പോകാൻ തടസ്സങ്ങളാണ്, രാവിലെ എണീക്കാൻ തടസ്സമാണ്, രാവിലെ എണീക്കാൻ മടിയാണ്, ഒരു കാര്യം ചെയ്തു തീർക്കാൻ മടിയാണ്, ഒരു പേപ്പർ വർക്കിന് പോയാൽ പേപ്പർ വർക്ക് നീങ്ങാൻ മടിയാണ്, വീട് പണി തുടങ്ങിയ വീട് പണി തീരാൻ തടസ്സമാണ്, വീട് പണിത് തീർക്കാൻ തടസ്സമാണ്, അവിടെ പണിക്കാർ വരാൻ തടസ്സമാണ്, തൊഴിൽ സ്ഥാനത്ത് തൊഴിൽപരമായ തടസ്സങ്ങൾ, സാമ്പത്തിക രംഗത്ത് സാമ്പത്തികപരമായ തടസ്സങ്ങൾ, ആരോഗ്യരംഗത്ത് ഡോക്ടറെ കാണാൻ പോയ തടസ്സങ്ങൾ, എത്ര പേര് അസുഖം വന്നിട്ടും ഡോക്ടറെ നാളെ പോവാം എന്ന് വെക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? അതിന് തടസ്സങ്ങൾ. അങ്ങനെ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തെ നെഗറ്റീവായ എനർജി കൊണ്ടോ, നമ്മുടെ ശരീരത്തെ ഊർജ സ്രോതസ്സിന്റെ കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ വൈകല്യം കൊണ്ടോ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളിൽ ലഭിക്കുന്ന മടിയും അലസതയും നമ്മളെ പുറകോട്ട് വലിക്കുക. ഇതൊരു സബ്ജക്റ്റാണ്. അപ്പൊ ആ വിഷയത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നോക്കാം. എന്താണ് ഈശ്വരാധീനം? ഈശ്വരാധീനം എന്താന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്തെ ഒറ്റ വാക്കിൽ ഈശ്വരാനുഗ്രഹം എന്ന് പറയാം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നന്മയുണ്ടാവുള്ളൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ശ്രേഷ്ഠമായ ഭാവി ഉണ്ടാവുള്ളൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ നല്ല ദാമ്പത്യം കിട്ടുള്ളൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലാണ് നല്ല വീട് വെക്കാൻ പറ്റുള്ളൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന നമ്മുടെ ഓരോ സ്പന്ദനം പോലും, ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് പോലും, ഒരടി മുന്നോട്ട് നമുക്ക് വെക്കണമെങ്കിൽ അവിടെ ഈശ്വരാനുഗ്രഹമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടതായ സമയത്ത് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ദൈവാനുഗ്രഹം കുറവാണ്. ഞാൻ അമ്പലത്തിൽ പോകുന്നു, എല്ലാ ദിവസവും പോകുന്നു, എല്ലാ ദിവസവും നാമം ജപിക്കുന്നു, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള വൈകല്യമുണ്ട്, ഞാൻ ചെയ്യേണ്ടതെന്തോ മറന്നുപോയി കിടപ്പുണ്ട്. അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വന്നു, അവർക്ക് ആശിച്ചു ചോദിച്ചൊരു ആൺകുട്ടി ഉണ്ടായി, 3-4 വയസ്സുണ്ട്. ഈ ആൺകുട്ടിയോട് അവരോട് ഞാൻ ചോദിച്ചു, ഈ കുട്ടിയെ ധർമ്മദൈവ ക്ഷേത്രത്തിൽ തൊഴിയിച്ചോന്ന്. അങ്ങോട്ട് പോകേണ്ട ഒരു വിഷയം വന്നാൽ ഞങ്ങൾ തൊഴിയിക്കാന്ന്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 മിനിറ്റ് ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങയുടെ പുത്രൻ തന്നെയാണോ വെച്ചു? ഞാൻ എന്റെ പുത്രൻ, എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമേ ആ കുട്ടിക്ക് പോലും ആ അമ്മ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ആ കുട്ടിയുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവ് കൊണ്ടല്ലാതെ കിട്ടേണ്ടതായി നിൽക്കുന്ന നന്മകളും ഐശ്വര്യവും സമ്പുദ്ധിയും ശക്തിയും ആയസ്സും ഒക്കെ കിട്ടേണ്ടത് എവിടുന്ന? ഈശ്വരൻ. അതാണ് അമ്മ വേണ്ട എന്ന് വെച്ചാണ്. അമ്മയ്ക്ക് പറ്റുമ്പോ പോകുമ്പോ തൊഴാം, അത്രേ ഉള്ളൂ. അത്രയേ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ അമ്മയോട്. ഞാൻ ശരിക്ക് അതിനെ അമ്മയുടെ അടുത്ത് വളരെ നന്നായിട്ട് പറഞ്ഞും കൊടുത്താ വിട്ടെ, ഇത്തിരി വഴക്കും കൂടെ പറഞ്ഞാ വിട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോ കുറെ കാലമായൊരു വേളി ആലോചിക്കണം, വിവാഹം ആലോചിക്കണം, നമുക്ക് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് താലിഭാഗ്യം അല്ലെങ്കിൽ ഒരു വിവാഹയോഗത്തിൽ എവിടെയൊക്കെയോ കുറെ തടസ്സങ്ങൾ കിടപ്പുണ്ട്. നമ്മളൊരു വീട് വെക്കാൻ ശ്രമിക്കുന്നു, കല്ലിട്ടു, നമ്മൾ കുറെ കാലമായി കിടക്കുന്നു, അവിടെയും എന്തോ തടസ്സങ്ങൾ കിടപ്പുന്നുണ്ട്. നമ്മൾ പഠിച്ചു, ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നമുക്കൊരു ജോലി കിട്ടുന്നില്ല, അവിടെയും എന്തോ തടസ്സങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ പോകുന്ന കണക്കും പറഞ്ഞിട്ട് ഞാൻ ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഈശ്വരാനുഗ്രഹം എത്രമാത്രം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടതായി നിൽക്കുന്നത്, നമുക്ക് കിട്ടേണ്ടതായ സാധനം നമ്മളിലേക്ക് കിട്ടത്തുള്ളൂ. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണ തൊഴുന്നുണ്ട്, എന്നിട്ട് കൃഷ്ണ നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്നൊരവസ്ഥ മനസ്സിലാവുന്നുണ്ടോ? അതായത് മകള് ജീവിതത്തിൽ അമ്പലത്തിൽ പോവില്ല, അമ്മ ആഴ്ച ഒരു ദിവസം അമ്പലത്തിൽ പോകും. ഞാൻ കൃഷ്ണ ഇത്രയും തൊഴുതിട്ട് മകള് തോറ്റുപോയല്ലോ എന്ന്. മകൾ അമ്പലത്തിൽ പോയിട്ടില്ല, പരീക്ഷ എഴുതുന്നത് അമ്മയല്ല മോളാണ്. എന്നിട്ടും ഭഗവാനോട് പരാതി പോലെ ചെന്നിട്ട്, ഭഗവാനെ എല്ലാ വ്യാഴാഴ്ചയും തൊഴുതല്ല, എന്നിട്ട് എന്റെ മോള് തോറ്റ് പോയത്. ആ മോളും കൂടെ വ്യാഴാഴ്ച തൊഴുതിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറുമായിരുന്നു എന്ന് പറയണ പോലെ
നമ്മൾക്ക് നന്മയിലേക്ക് കടക്കണമെങ്കിൽ, ഐശ്വര്യത്തിലേക്ക് കടക്കണമെങ്കിൽ, നന്മയിലേക്ക് കടക്കണമെങ്കിൽ, നമ്മുടെ പൂർത്തീകരണത്തിലേക്ക് കടക്കണമെങ്കിൽ, നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. അത് ഏത് ഈശ്വരൻ എന്നല്ല, ഭഗവതി ആയാലും ഭഗവാനായാലും മഹാവിഷ്ണു ആയാലും മഹാദേവനായാലും ഗണപതി ഭഗവാനായാലും അയ്യപ്പസ്വാമി ആയാലും സുബ്രഹ്മണ്യ സ്വാമി ആയാലും പ്രാർത്ഥനാ സങ്കല്പത്തിൽ ഏറ്റവും ശക്തമായി മുമ്പിലെത്തുക. രണ്ടാമത് അത് ദൈവാധീനം വർദ്ധിപ്പിക്കലാണ്, ഈശ്വരാധീനം വർദ്ധിപ്പിക്കലാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം, 10 കിലോമീറ്റർ ഓടേണ്ട വണ്ടിക്ക് അടിക്കുന്ന പെട്രോൾ പോലെ 100 കിലോമീറ്റർ അടിക്കാൻ. നമ്മുടെ ദൂരം കൂടുതലാണെങ്കിൽ പെട്രോൾ അളവ് കൂടുതൽ പോലെ, നമ്മുടെ ആഗ്രഹം കൂടുതലാണെങ്കിൽ, നമ്മുടെ തടസ്സങ്ങൾ കൂടുതലാണെങ്കിൽ കൂടുതൽ അമ്പലത്തിൽ പൊക്കോളുക. അത് മാത്രമേ അതിന് ഉത്തരവുള്ളൂ. രണ്ടാമത് വേണ്ടത് എന്താ? സ്വയമാർജിത ദൈവാധീനം. നമ്മളൊരു ഇന്റർവ്യൂവിന് ചെന്നിരുന്നു, നമ്മളെ കാണുമ്പോൾ ഇവനെ എടുക്കാന്ന് തോന്നണം. നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോയി, അത് കാണുമ്പോൾ നമുക്കത് ഭാഗ്യമായിട്ട് കിട്ടണം. നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതി, നമുക്ക് കൃത്യമായി മെമ്മറി കിട്ടണം, ഓർമ്മ കിട്ടണം. നമ്മളൊരു കാര്യത്തിന് പോയി, ആ കാര്യം നടക്കണമെങ്കിൽ നമുക്കും ഒരു താല്പര്യം വേണം. അതിനെന്ത് വേണം? നാമജപം വേണം. ആദ്യം അമ്പലത്തിൽ പോക്കാണ് ഈശ്വരാധീനത്തിന് പറഞ്ഞെങ്കിൽ, രണ്ടാമത് പറയണത് വിഘ്നങ്ങൾ അകലാൻ നാമജപാദികൾ വേണം. നല്ല നാമജപം വേണം. നല്ല രാഹുർദശ അനുഭവിച്ചുകൊണ്ടിരിക്കുക, മഹാദേവന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമഃശിവായ ജപിക്കാത്ത, രാഹുവിനെ ഒരു നേരം പോലും പ്രാർത്ഥിക്കാതിരുന്ന തടസ്സങ്ങളുടെ നീണ്ട ഇത് തന്നെയായിരിക്കും. ശനിദശാക്കാലത്ത് 19 വർഷം ശനിദശ, ഓരോ 5 വർഷം കൂടുമ്പോഴും കണ്ടകശനി വരും, ഓരോ 30 വർഷം കൂടുമ്പോൾ 7.5 ശനി വരും, ശനിദശ വേറെ വരും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോ എന്ത് പറ്റും? ഈ ഭഗവാനെ ആ സമയത്ത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കുക, നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ നാമജപാദികൾ വേണം. നാമജപാദികൾ എന്താ? നാമജപാദികൾ ചെയ്യുമ്പോൾ, നാമം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ചുറ്റുമാണ് അതിന്റെ ഊർജം കൊള്ളുന്നത്. കാരണം ന അക്ഷരം നാസ്തി മന്ത്ര, മന്ത്രമില്ലാത്ത അക്ഷരങ്ങളില്ല എന്നാണ് പറയുന്നത്. ഏതൊരു അക്ഷരങ്ങൾ എടുത്താലും അത് മന്ത്രങ്ങൾ തന്നെയാ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമഃശിവായ 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 അങ്ങനെ ജപിച്ച് 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 ആ ഭഗവാന്റെ സ്വരൂപം തന്നെ നമ്മുടെ മുമ്പിൽ, അതായത് സൂക്ഷ്മ ശരീരമല്ല സ്ഥൂല ശരീരമായിട്ട് സങ്കല്പത്തിൽ ആ ഭഗവാൻ അവിടെ ഉണ്ടാവുകയാണ്. ആ എനർജിയുടെ ശരീരത്താണ് നമ്മൾ ഇങ്ങനെ ശരീരം ചുറ്റും അതിന്റെ എനർജി വ്യാപകവും. അതുകൊണ്ടല്ലേ ഓറ എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ. ചില 85-90 വയസ്സായ അതിവയസ്സായ ചില ആൾക്കാരെ കണ്ടാലും ഭയങ്കര ഭംഗിയായിരിക്കില്ലേ? അവര് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തതിന്റെ ഭംഗിയല്ല, അവരാ നാമജപാദികൾ ജപിച്ച് അവരുണ്ടാക്കി വെച്ച ഓറയാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരാൾക്കാരെ, അത് നിറത്തിലല്ല ഞാൻ പറയണ ആ ഭംഗി, ഏത് നിറം ആയിക്കോട്ടെ, ഭംഗി എന്ന് പറഞ്ഞൊരു പ്രത്യേക ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യമുള്ള വ്യക്തികൾ, ആ ചൈതന്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈശ്വര നാമജപം വേണം. നമ്മൾ നാമജപം വേണം കൂടുതലായിട്ട്. ആദ്യം നമുക്ക് ദൈവാധീനം സൃഷ്ടിക്കപ്പെടാനായിട്ട്, ദൈവാനുഗ്രഹം ഉണ്ടാക്കാനായിട്ട് ക്ഷേത്ര ദർശനങ്ങളാ പറഞ്ഞെങ്കിൽ, വിഘ്നങ്ങളുടെ അകലം മറ്റൊരു വഴിയാണ് നാമജപാദികൾ വേണം. നാമം ജപിച്ച എല്ലാവർക്കും വേണ്ടി നാമം ജപിക്കണം. മനസ്സിലാവുന്നുണ്ട്? എല്ലാ നാമങ്ങളും ജപിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ മന്ത്രങ്ങള് ദീക്ഷയില്ലാതെ ജപിച്ച് മന്ത്രം മുഴുവൻ തെറ്റി അത് അമന്ത്രമായി ശാപം മേടിക്കുകയല്ല വേണ്ടേ. അറിയാവുന്ന നാമം ജപിച്ചാൽ മതി. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ ജപിക്കാം. മഹാവിഷ്ണുവിനെ ഓർത്ത് നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ ഭഗവാനെ ഓർത്ത് ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ ജപിക്കാം. നമഃശിവായ 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 അങ്ങനെയാകാം. ഗംഗണപതേ നമ, ഗംഗണപതേ നമ ജപിക്കാം. ഇങ്ങനെ ജപിച്ച് ജപിച്ച് ആ ഊർജം മുഴുവൻ നമ്മളിൽ നിറഞ്ഞു നിൽക്കാം. ആ ജപാദികൾ നമ്മളിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് വേറെ എങ്ങും നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ ജപിക്കുന്ന ഫലം നമുക്ക്. അപ്പൊ ആ ജപാദികൾ കൊണ്ട് വിഘ്നങ്ങൾ മാറ്റാം. അപ്പൊ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾക്കും, ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം ദുരിതങ്ങൾക്കാ, തടസ്സങ്ങളെല്ലാം നഷ്ടത്തിലേക്കാണ്, തടസ്സങ്ങളെല്ലാം ജീവിതത്തിലെ അപകടങ്ങളിലേക്കാണ്. കാരണം എല്ലാത്തിനും തടസ്സം വരുന്ന അവന്റെ ജീവിതം വിജയിക്കത്തേയില്ല. അപ്പൊ ക്ഷേത്ര ദർശനം കൊണ്ടും നാമജപാദികൾ കൊണ്ടും പൂർണ്ണമായിട്ടൊരു വ്യക്തിക്ക് തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇത് രണ്ടുമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. മിഥ്യാധാരണയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ന് നല്ല നാമജപാതി ഇല്ലാത്ത ഒരാൾ പോലും ശരിക്കും കോടികളുടെ വഴിപാട് കഴിക്കാം. പക്ഷെ കോടികളുടെ വഴിപാട് കഴിച്ച രക്ഷപ്പെടാൻ നിർബന്ധമൊന്നുമില്ല. ഭഗവാനെ സങ്കല്പിച്ച് ഒരു നാമം ജപിക്കുന്നവന്റെ ശക്തി, അത് അവന് മാത്രം ലഭിക്കുന്ന ഊർജം, അവന് കിട്ടുന്ന അനുഗ്രഹം, അതിന് ഭയങ്കര ശക്തിയാണ്, ഭയങ്കര പ്രഭാവമാണ്. അതുകൊണ്ട് തന്നെ
നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന നിത്യതടസ്സങ്ങൾ ജീവിതത്തിലെ പുറകോട്ട് വലിക്കുമെങ്കിൽ അവിടെ ദൈവാധീനത്തിന്റെ കുറവിന്റെ ക്ഷേത്ര ദർശനങ്ങളും ജപാദികളും മാത്രമേ പോം വഴിയുള്ളൂ. വേറെ ഒന്നും കൊണ്ടും പോം വഴിയില്ല. ഒരു പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികൾക്ക് ആ സമയത്ത് ഓർക്കണമെങ്കിൽ എന്ത് മെഡിസിൻ, എന്ത് സാധനം ഈ ലോകത്ത് കിട്ടും, എന്ത് സാധനം കിട്ടും. ഏത് അസുഖത്തിനായാലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്ത് രോഗം മാറണമെങ്കിൽ അതിനുള്ള ദൈവാധീനം കിട്ടും. ഒരു കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടായി, നല്ല സംസ്കാരം ഉണ്ടായി, നല്ല ചിന്തയുണ്ടായി, നല്ല പ്രവൃത്തി ഉണ്ടായി അവൻ വരണമെങ്കിൽ അതിനുള്ള സാധനം ഏത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. പക്ഷെ നാമം ജപിക്കുന്നവന്, ശരിക്കും ദക്ഷിണാമൂർത്തികാരകനായി നിൽക്കുന്ന മഹാദേവന്റെ നാമം ജപിച്ച്, നമഃശിവായ ജപിച്ച്, വിദ്യാരാജഗോപാലമൂർത്തിയായി നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ നാരായണനാമം ജപിച്ച് വളരുന്ന കുട്ടിക്ക് ധാരാളം ബുദ്ധി ഉണ്ടാവും. സംശയമൊന്നും വേണ്ട. നേർവഴിയിലൂടെ മാത്രമേ അവൻ സഞ്ചരിക്കുള്ളൂ. ബുദ്ധിയുടെ കാരകനായി നിൽക്കുന്ന, അതിബുദ്ധിമാനായി നിൽക്കുന്ന ഗണപതി ഭഗവാൻ ഒരു 7 ഏത്തയിടുന്നവനെ എവിടെ തോൽക്കാനാ? ഞാൻ ഈ കഴിഞ്ഞ വിനായക ചതുർത്ഥിക്ക് ഏകദേശം ഗണപതിയുടെ മൂലം 12,000 രൂപ ജപിച്ചത്. ശരി, 7,000 ഉരു കഴിഞ്ഞ് എനിക്ക് ജപിക്കാൻ പോരുമ്പോൾ അത്രയ്ക്ക് വൈബ്രേഷൻ ആയിരുന്നു എൻ്റെ ബോഡി. ഞാൻ എങ്ങനെ ബാക്കി ജപിച്ചു തീർന്നതെന്ന് പോലും എനിക്കറിയില്ല. കാരണം അതുപോലെ പറച്ചു. ഇത് എന്റെ അനുഭവകരയാണ്. കാരണം ഞാൻ ഈ സാധാരണ ഒരു 5,000, 6,000 ഒക്കെ ജപിക്കും. എത്ര ജപിക്കണം എന്ന് ഉദ്ദേശിക്കണോ അതിൽ നിന്ന് 1000 കൂട്ടി ജപിക്കണം. വെച്ചാൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് കുറവ് വരാൻ. പക്ഷെ ഇക്കുറി ഞാൻ എങ്ങും പോണില്ല എന്ന് കണ്ടോണ്ട് ജപാദിയും ഇല്ലത്തെ ഹോമവും മാത്രമായിരുന്നു എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ. ഞാനിത് പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ധാരണ, എന്താ എന്റെ വൈബ്രേറ്റ് ചെയ്ത് എനിക്ക് പോലും അറിയത്തില്ല. ഇത് ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഗുണമില്ല. കാരണം ആ ജപത്തിന്റെ ശക്തി കൊണ്ട് കിട്ടുന്ന അനുഗ്രഹത്തെ എനിക്ക് കൃത്യമായി ഫീൽ ചെയ്തൊരു ദിനവും കൂടിയാണ് കഴിഞ്ഞു പോയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നത് കൊണ്ട് ക്ഷേത്രദർശനങ്ങൾ കൂട്ടിക്കൊള്ളുക, നാമജപാദികൾ വർദ്ധിപ്പിച്ചുക. അതുപോലെ തന്നെയാണ് ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുന്നത് വിഘ്നങ്ങൾ മാറാൻ നല്ലതാണ്. ഗണപതി ഭഗവാന് കറുകമാല ചാർത്തുന്നത് നല്ലതാണ്. ഗണപതി ഭഗവാന് കറുക കൊണ്ട് മൂടുന്നത് നല്ലതാണ്. ഗണപതി ഭഗവാന് അപ്പം മൂടൽ നടത്തുന്നതാണ്. അപ്പം നിവേദിക്കുന്നത് നല്ലതാണ്. അട നിവേദിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ തടസ്സം മാറാൻ നല്ലതാണ്. ഗണപതി ഹോമവും തടസ്സം മാറാൻ നല്ലതാണ്. പക്ഷെ നമ്മൾ വഴിപാടേ കഴിക്കുള്ളൂ, നമ്മൾ അമ്പലത്തിൽ പോവില്ല, മാസത്തിലൊന്നേ ഞാൻ പോവുള്ളൂ എന്ന് നിർബന്ധം പിടിക്കരുത്. നമുക്ക് ഒരു കാര്യങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അടുത്തുള്ള അമ്പലത്തിലെ സ്ഥിരമായ ദർശനം നടത്തിക്കൊള്ളൂ. നമ്മുടെ ജാതകപരാല ഏത് ദശയാണോ ആ ദശയുടെ ദോഷങ്ങളാണെങ്കിൽ ആ ദശാനാഥന്റെ അമ്പലത്തിൽ പോകണം. അങ്ങനെയാണ്. ശനിദശയാണെങ്കിൽ കൂടുതൽ അയ്യപ്പനെ തൊഴണം, അല്ലെങ്കിൽ മഹാദേവനെ തൊഴണം. രാഹുർ ദശയാണെങ്കിൽ മറ്റേ നവഗ്രഹ ക്ഷേത്രത്തിൽ തൊഴണം, അല്ലെങ്കിൽ മഹാദേവന്റെ അമ്പലത്തിൽ പോകണം. ചൊവ്വാദശയാണെങ്കിൽ സുബ്രഹ്മണ്യോ ഭദ്രകാളിയെ തൊഴുക. ബുധദശയാണെങ്കിൽ മഹാവിഷ്ണുവിനെ തൊഴാം. വ്യാഴദശയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെയും മഹാവിഷ്ണുവിനെയും തൊഴാം. ശുക്രദശയാണെങ്കിൽ ദുർഗാ ഭഗവതി, ലക്ഷ്മി ഭഗവതി അവരെ തൊഴാം. കേതുദശയാണെങ്കിൽ ഗണപതി ഭവനെ തൊഴാം. അവരെയും കൂടെ തൊഴുക. ആ ദശാനാഥനെയും കൂടെ പ്രീതി പിടിച്ച് നോക്കുള്ളൂ. പൂർണ്ണമായ തടസ്സങ്ങൾ മാറും. ജീവിതത്തെ പുറകോട്ട് കടക്കുന്ന എല്ലാ തടസ്സങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും ക്ഷേത്രദർശനവും നാമജപവും മാത്രമേ പരിഹാരമുള്ളൂ. മറ്റൊരു പരിഹാരങ്ങളും ഇല്ല. അപ്പൊ ക്ഷേത്ര ദർശനങ്ങളിലെയും നാമജപത്തിലൂടെയും ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമാണ്. യാതൊരു സംശയവും വേണ്ട. നമസ്കാരം. ഗോവിന്ദം വരി.